ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് പ്രിൻ്റൊക്കെ വരുന്ന സാരി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ എനിക്കൊരു ഇച്ചിരി ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ്. അപ്പോൾ സംഭവം ഈ ഒരു മെറ്റീരിയൽ കടയിൽ കണ്ടപ്പോഴത്തേക്കും നമ്മൾ കുറേശ്ശെ മുറിച്ച് വാങ്ങുമ്പോൾ ഇച്ചിരി നഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് റോളായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു ഒരു ഫുൾ റോള് തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാനിപ്പോൾ സാരി ഉണ്ടാക്കലും പിന്നെ ഇത് വെച്ച് ഡ്രസ്സ് ഉണ്ടാക്കലും ഒക്കെ ആയിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടൊരു സാരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള തുണിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വിഡ്ത്ത് വൈസും കുറച്ച് മുറിച്ച് കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാനൊരു 5.5 മീറ്റർ ഇതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് എവിടെ വെച്ചിട്ടാണോ സാരി എടുക്കുന്നത് അത് മുതൽ ഫ്ലോർ ലെങ്ത് വരെയുള്ള വിഡ്ത്ത് പ്ലസ് ഒരു 5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സാരിയുടെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ മുറിച്ച ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ലേസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. കറക്റ്റ് ഈ ഒരു ബോർഡർ പോലെ തന്നെയാണ് ഈ ഒരു ഫോൾഡിങ് വരുന്നത്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സാരിയുടെ വീതി കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ 2 ഭാഗത്തും ഒരേപോലെ ബോർഡർ വരാൻ പാകത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്നല്ല 2 ഭാഗത്തുനിന്നും ഒരേപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ഭാഗത്തും ഇപ്പം ഇതേ വിധത്തിലുള്ള ഒരു ബോർഡർ പോലെ തന്നെ കിട്ടും. പിന്നെ വേണമെങ്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം, ലേസ് വെച്ച് കൊടുക്കാം, അങ്ങനെ അഡീഷണൽ ഓപ്ഷൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് പണി എളുപ്പമാക്കിയതാണ്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് ഈ പല്ലുവിൻ്റെ പോർഷനിലും സ്റ്റാർട്ടിങ്ങിലും ഒക്കെ ഏകദേശം ഒരു 1/4 ഇഞ്ച് അങ്ങനെ തന്നെയാണ് 4 ഭാഗവും നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാരി ഞാനങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തന്നെ പണി കഴിഞ്ഞു. ഞാൻ പൈപ്പിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ ഈ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അഡീഷണൽ ഡെക്കറേഷനൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ 2 ടാസൽ, ഈ ഒരു മുന്താണിയുടെ ഭാഗത്ത് കുറച്ച് ടാസലൊക്കെ കൊടുത്താൽ ഭംഗിയുണ്ടാവും. അത് തൽക്കാലം ഞാനൊന്നും കൊടുത്തിട്ടില്ല. പിന്നീട് ചിലപ്പോൾ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ബ്ലാക്ക് ടാസൽസ് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ എല്ലാ സാരീസിലും വെറുതെ ഇങ്ങനെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഫ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പടപടയിൽ നമുക്ക് ഇങ്ങനെ ഉടുത്ത് പോവാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സാധാരണ ഉടുക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഉടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഫ്ലീറ്റ് റെഡിയാക്കി വെച്ചിരുന്നാൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു പോകാൻ നല്ല എളുപ്പമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആക്കി വെക്കാറുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ബ്ലൗസാണ്. ബ്ലൗസ് ആക്ച്വലി ഞാൻ അഡീഷണൽ ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ബ്ലാക്ക് ബ്ലൗസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇത് ഞാനൊരു കോളർ ബ്ലൗസിനോടൊപ്പമാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തൊരു ജാക്കറ്റ് ഉണ്ട്. ഇതിങ്ങനെ ഈ ഒരു ഷർട്ടിൻ്റെ പോലത്തെ കോളർ വരുന്ന ഒരു ജാക്കറ്റാണ്. ഇത് ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ പിന്നെ ബ്ലൗസ് ആക്കിയേക്കാന്ന് വിചാരിച്ചു. ഇതിനാകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ 2 പോക്കറ്റ് ഉണ്ടായിരുന്നു. ആ പോക്കറ്റ് ഓൾറെഡി ഞാൻ ഇളക്കിയെടുത്തു. ഇവിടെ രണ്ടിടത്ത് ഇങ്ങനെ ഒരു പോക്കറ്റ് ആയിരുന്നു, അത് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ഇത് ആക്ച്വലി ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം എനിക്ക് ലൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് എങ്ങനെ ഓൾട്ടർ ചെയ്തിട്ട് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് ആക്കാമെന്നും കൂടെ ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. ബ്ലൗസിനും അതേ അധികം പണിയൊന്നും എടുക്കാണ്ട് സിമ്പിളായിട്ട് ഒരു ടക്ക് അടിച്ച് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അപ്പർ ചെസ്റ്റും ആ ചെസ്റ്റിൻ്റെ ആ ഒരു ബസ് പോയിൻ്റ് എന്ന് പറയാം സെൻറ്ററിലെ ലൈനും നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അപ്പർ ചെസ്റ്റിൽ എത്രയാണോ അളവ് വരുന്നത് അതിനോട് 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിപ്പം ബ്ലൗസിൻ്റെ റെഡി ആയിട്ടുള്ള അളവ് നോക്കുന്നത്. അതായത് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് വീതി നോക്കുമ്പോൾ നമ്മുടെ അപ്പർ ചെസ്റ്റ് പ്ലസ് ഒരു 3 ഇഞ്ചാണ്. അതൊരു ആവറേജ് കണക്കാണ്. ഇപ്പോൾ അപ്പർ ചെസ്റ്റിൻ്റെ അളവും ഈ ഒരു ബസ്റ്റിൻ്റെ സെൻറ്റർ ലൈനിലെ അളവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ അപ്പർ ചെസ്റ്റിനോടൊപ്പം ഒരു 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് കണക്കാക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. അത് നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്ത് നമ്മളെ ആ ബ്ലൗസ് അവസാനിക്കുന്ന ഭാഗത്ത് എത്രയാണോ അളവ് അത് നമ്മൾ ഫിറ്റായിട്ട് തന്നെയാണ്. എത്രയാണോ നമ്മൾ അളവെടുക്കുന്നത് അതേ അളവിൽ നമ്മളൊന്ന് വണ്ണം കുറച്ചെടുക്കണം, അത്ര തന്നെ ഉള്ളൂ. ആ ബ്ലാക്ക് ബ്ലൗസ് ഞാനങ്ങനെ വെറുതെ 2 ടക്ക് അടിച്ച് കൊടുത്തിട്ട് തന്നെ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഒരു ടോപ്പ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ താഴോട്ട് നമ്മുടെ ഈ ഒരു ബസ് പോയിൻ്റ്, അതായത് ആ ഒരു ബസ്റ്റിൻ്റെ മിഡിൽ പോയിൻറ്റിൽ എത്രയാണോ ലെങ്ത് വരുന്നത് അത് ഞാൻ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 2 പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത് എനിക്ക് 7 ഇഞ്ചാണ് വരുന്നത്. ആൾക്കാരുടെ വണ്ണം കൂടുന്നതനുസരിച്ച് ആ ഡിസ്റ്റൻസ് കൂടി വരും. അപ്പം ആ ഒരു 7 ഇഞ്ചാണോ വരുന്നതെന്ന് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് വരുന്ന ഭാഗം ഇങ്ങനെ നമ്മൾ ഒരു വീതി തിരിച്ചിട്ട പോലെ നമ്മളിങ്ങനെ ഒരു ടക്കിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടക്കിൻ്റെ വീതി നമ്മുടെ വേസ്റ്റ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കുറച്ച് വീതി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഒത്തിരി വീതി ടക്കിന് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പ് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടിരിക്കും. അപ്പോൾ ഒരു നമുക്ക് 36 ഒക്കെ വരെയുള്ള ആ ഒരു സൈസൊക്കെ വരുന്നവർക്ക് ഒരു 2 ഇഞ്ച് മാക്സിമം അത്ര തന്നെ വീതി ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു ടക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൗസിന് നീളം കുറവാണെങ്കിൽ നമുക്ക് അഡീഷണലി താഴോട്ട് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നീളം കുറവല്ലെങ്കിൽ താഴെ ഇങ്ങനെ ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നല്ല സ്റ്റിഫായിട്ടിരിക്കും ബ്ലൗസ്. അതിന് വേണമെങ്കിൽ ബാൻഡ് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ ബ്ലാക്ക് ബ്ലൗസിൽ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് 2 ടക്ക് മാത്രം തന്നെ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന് താഴ്ഭാഗത്ത് ഒരു ലേസൊക്കെ ഉണ്ട്, അതൊന്നും മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ടക്കിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് ശരിക്കും തട്ടിക്കൂട്ടാണ്. എനിക്ക് അത്രയ്ക്കൊന്നും ഓക്കെ അല്ല, ഇത്രയും അധികം സ്ലീവ് ഒന്നും ഞാൻ നീളം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓക്കെ. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ലേസ് പോലെ വരുന്നുണ്ട്, അത് പോയി കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതിനെ കട്ട് ചെയ്ത് മെയിലിലേക്ക് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കൂടെ വെച്ചു. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാവുന്നുള്ളൂ ബേസിക്കലി. അപ്പം ഇതാണ് നമ്മുടെ സാരി. അതുപോലെ ഇനി ഇതിന്റെ മെറ്റീരിയൽ കുറച്ചധികം ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഇതേ പാറ്റേണിൽ തന്നെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു സ്ട്രൈപ്സിന്റെ ഒരു ചലഞ്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.